മൈലേജ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മൈലേജിൻ്റെ കഥയാണ്. ഏകദേശം ഒരു 50-55 കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ വണ്ടിയിൽ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 40-45 ആ ലെവലിലായിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വിചാരിച്ചു, എന്നാൽ പിന്നെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചുമ്മാ ഒന്ന് ഞാൻ എൻ്റെ എയർ ഫിൽറ്റർ പുറത്തു നിന്നൊന്ന് ഇൻസ്പെക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായി എയർ ഫിൽറ്റർ നല്ല രീതിയിൽ ചോക്കായിട്ടുണ്ടെന്ന്. ഈ മൈലേജ് പിന്നെ ഞാൻ പൊതുവേ അങ്ങനെ ചെക്ക് ചെയ്യാതെ ഇരിക്കുന്നതാണ്. പെട്രോളിൻ്റെയൊക്കെ വിലയും സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ മൈലേജ് നോക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഒരു എയർ ഫിൽറ്റർ അങ്ങ് പോയി വാങ്ങിച്ചു. ഏകദേശം 130 രൂപയും നമ്മുടെ ബജാജിൻ്റെ ഒറിജിനൽ ജെന്യൂൻ പാർട്സ് തന്നെ വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന എയർ ഫിൽറ്റർ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ എയർ ഫിൽറ്റർ ചേഞ്ചിങ്ങിനൊരു ടൈം പറഞ്ഞത് ഏകദേശം 12,000 കിലോമീറ്ററാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ മാക്സിമം നമ്മുടെ എയർ ഫിൽറ്ററും അതുപോലെ തന്നെ പ്ലഗും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക. അങ്ങനെ എയർ ഫിൽറ്റർ ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്തു. ഇനി എൻ്റെ വണ്ടി പറക്കും. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലും ചെറിയൊരു ആശ്വാസം കിട്ടി.